അപ്പോൾ നമ്മൾ അടുത്ത ഫ്രണ്ടിനെ കാത്തു നിന്നു. അവനെ ജസ്റ്റ് കണ്ട് അവന് സർപ്രൈസ് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ഫുഡും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും ഈവനിങ് ഒന്ന് കമ്പനി കൂടാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ വരെയല്ലോ പെണ്ണുങ്ങൾ കുറേ ഒരു അടുക്കളയിൽ പണിയെടുക്കാം, ആമ്പിളേർ കൂടെ കൂടുക, അങ്ങനെ പരിപാടിയൊന്നുമില്ല ഇവിടെ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു ഹാളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് രണ്ടരൊക്കെ അടിച്ച് നല്ല വൈബായിട്ട്. ഇതൊക്കെയല്ലേ ഞങ്ങൾക്ക് സന്തോഷം. വേറൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ അധികം. അത് കഴിഞ്ഞ് എല്ലാവരും ഇത് കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് പിള്ളേരൊക്കെ കൂടെ കളിയായി. നമ്മുടെ ഡേവിച്ചിനാണെങ്കിൽ കൂട്ടുകാരിനെ കിട്ടിയ സന്തോഷത്തിൽ സേറാക്കുട്ടിയോട് അടിപൊളിയായിരുന്നു. അവന് നല്ലതായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തെല്ലാവരും. ഡേവിച്ചിൻ്റെ ബോറടിയൊക്കെ മാറി ലിവർപൂളിലെ ഇവിടെ ഒന്ന് സേറാക്കുട്ടീനെ കൂട്ടുകാരെ കിട്ടിയോണ്ട് സന്തോഷമായിട്ട് അവൻ അടിച്ചു പൊളിച്ചു. അതേ ഞങ്ങൾ എല്ലാവരും ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തു. ബീച്ചൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല വൈബാണ് ഇവിടെ ഫുള്ള്. എല്ലാവരും പാർക്കിൽ എല്ലായിടത്തും ഉണ്ടാവും. അതിനുശേഷം ഞങ്ങളിവിടെ ഫിഷിങ് കാണാൻ പോയി. അപ്പാപ്പന്മാരെ കുറേ പേര് അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ആ ബ്രിഡ്ജിൽ. ഇവിടെ ഫിഷിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് പോയി ഫിഷിങ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല കേട്ടോ, ഇവിടെ ലൈസൻസ് വെക്കണം. അപ്പോൾ പോണ വഴിക്ക് 2 മദാമകൾക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ. അവരുടെ ആഗ്രഹമല്ലേ, നമ്മുടെ ഫാൻസ് ആയിരിക്കും.